ഈ മെമ്പർ എന്താ ഇത്രയും വൈകണത്? ഞാനത് ചോദിക്കണം. ഇനിയിപ്പോ അയാൾക്ക് പെട്ടി അയക്കേണ്ട വരുമോ? മെമ്പർ നേരത്തെ ഇങ്ങ് വരാന്ന് പറഞ്ഞതല്ലേ? വരും. വരുന്നുണ്ട്. കേട്ടോ മാഷേ, ഇപ്പൊ സ്കൂളിൽ പോകാത്ത പറഞ്ഞാൽ നമ്മള് സ്കൂളിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥയായി. സ്കൂളിൽ ഒരു പരാതി പെട്ടി വെക്കേണ്ട ഒരു ചടങ്ങുണ്ട്, അതിന് വേണ്ടി വന്നാ. ഞാൻ വിളിക്കാം. പക്ഷേ പെട്ടി എവിടെ സ്ഥാപിക്കണ എവിടെയാണ്? ഏതെങ്കിലും ഒരു തൂണിന്റെ മുകളിൽ. എന്റെ മാഷ സംഭവിച്ചേ എന്റെ പഠിച്ച കുഞ്ഞിഷ്ടല്ലോ ഓ ഗൾഫിൽ നിന്നു. എന്റെ പരാതി ഈര് നിറച്ചുവിട്ടാലും ബാക്കി അത് പിന്നെ പറയൂടെ മെമ്പർ വന്നിട്ടുണ്ടല്ലേ? എന്താ പറയണത്? സാന്നിധ്യത്തിലാണ് നമ്മള് എല്ലാ ആഴ്ചയിലും തുറക്കണ്ടല്ലേ? വലിയ വല്ലാതെ ഹൈറ്റ് വേണ്ട. അയോധ്യ നമ്മുടെ ഉണ്ണിയെ കുറിച്ചിട്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എഴുതിയേക്കണോ? വിവേകമില്ലെങ്കിൽ വിജ്ഞാനമില്ല. അതുകൊണ്ടായിരിക്കും എന്റെ തല മുട്ടിയത്. അപ്പൊ ഈ ഹിന്ദി വീട്ടിൽ പോയിട്ട് സംസാരിക്കണമെന്ന് പറയണത് എന്താന്ന് മനസ്സിലായോ? നമ്മള് മലയാളം ഇപ്പൊ വർത്താനം പറയണില്ലേ, അതുപോലെ നമ്മൾ ഹിന്ദി പറയാൻ പഠിക്കണം. എന്തുകൊണ്ടാ? ഞാനും എൻ്റെ മക്കളും കൂടെ ഇടയ്ക്കിടയ്ക്ക് ബോംബെ പോകും. ബോംബെ പോയിട്ടുണ്ടെങ്കിൽ ആ റോഡിലുള്ള എല്ലാവരും ഹിന്ദിയിൽ പറയണേ. അപ്പൊ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഉടുപ്പ് മേടിക്കാനും കമ്മല് മേടിക്കാനൊക്കെ നമ്മൾ വില പേശണം. അങ്ങനെ 100 രൂപയ്ക്ക് 5 സാരി വരെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഹിന്ദി പറഞ്ഞിട്ടേ. പിന്നെ അങ്ങനെ ഞാന് സാരിയൊക്കെ മേടിക്കണേ ഈ ഹിന്ദിയിലെ നടന്മാരും നടിമാരൊക്കെ ഇല്ലേ, അവര് ഭയങ്കര തിളങ്ങണ ഉടുപ്പൊക്കെ എവിടുന്ന് മേടിക്കണേ? ഈ ബോംബെയിലെ സ്ട്രീറ്റിൽ നിന്ന്. ഹിന്ദി പഠിച്ചാൽ അത്രയുണ്ട് ഗുണേ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാ ഹസ്ബൻഡിന് ഒരു ആഗ്രഹം പാരീസിൽ പോകണം. അങ്ങനെ ഞങ്ങൾ പാരീസിൽ പോകാൻ തീരുമാനിച്ചു. പാരീസിലൊക്കെ പിന്നെ അപ്പൊ നമ്മളെവിടെ പറഞ്ഞേ? പാരീസ്. പാരീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റുന്ന സ്ഥലമില്ലല്ലോ. പക്ഷെ ഞാൻ പോയി.